തമിഴ്നാട്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗ്രാമം, പേര് തിരുച്ചെന്തുറൈ. അവിടെ കർഷകനായ ഒരു പ്രദേശവാസി ഭൂമി വിൽക്കാൻ തീരുമാനിച്ചു. ആ ശ്രമത്തിനിടെ അയാളൊന്ന് ഞെട്ടി. തൻ്റെ വീടിരിക്കുന്ന ഇടം തമിഴ്നാട് വഖഫ് ബോർഡിൻ്റേതാണത്രേ. രാജഗോപാലൻ എന്നയാൾ മകളുടെ വിവാഹാവശ്യത്തിന് ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴും ഇതേ അറിയിപ്പാണ് കിട്ടിയത്. പിന്നീട് ആ ഗ്രാമമാകെ ഞെട്ടി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും എന്തിന് ആ ഗ്രാമമാകെയും വഖഫിൻ്റേതാണ് പോലും. രാജരാജ ചോളൻ്റെ കാലത്ത് പണികഴിപ്പിച്ച 5 ക്ഷേത്രങ്ങളും തലമുറകളായി കൈമാറി വന്ന വസ്തുവും വീടുകളുമൊക്കെ വഖഫിൻ്റേതാകുന്നതെങ്ങനെ? 2 വർഷം കൊണ്ട് ഇതൊക്കെ കൈവശപ്പെടുത്താൻ എന്ത് മാജിക്കാണ് ഇവരുടെ കയ്യിലുള്ളത്? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് യുവരാജ് ഗോകുൽ, മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ എന്നിവർ ഒപ്പം ചേരും. അവരിലേക്ക് പോകും മുൻപ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ ആലത്തൂരും ആ ഗ്രാമവാസി ബി ഭാസ്കരനും നമുക്കൊപ്പം ചേരും. ആദ്യം അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ഗ്രാമമാകെ അവിടുത്തെ വസ്തുവകകൾ ഒക്കെയും വഖഫിൻ്റേതായത് എങ്ങനെയാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്? കൃഷ്ണരാജ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവിടെ ഉള്ള നാട്ടുകാർ ഒരു ഞെട്ടലോടുകൂടെ അറിയുന്നത്. ഈ നാട്ടിലെ 3 പഞ്ചായത്തുകൾ, അവിടെ സ്ഥിതി ചെയ്യുന്ന 20ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ 5 ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഒരു ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ വഖഫ് ബോർഡിൻ്റെതാണ് എന്നുള്ളൊരു വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. 2022 ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. 22 ഇവിടുത്തെ രാജഗോപാലൻ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി, മകളുടെ വിവാഹാവശ്യാർത്ഥം ഒരു കൃഷിനിലമാണ്, അത് വിൽക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ രജിസ്ട്രാർ ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ആദ്യം പറയുന്നത് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ അദ്ദേഹത്തിന്റെ ഭൂമി മാത്രമല്ല ഇവിടുത്തെ 3 പഞ്ചായത്തുകൾ, അതായത് തിരുച്ചെന്തുറൈ, അന്തനല്ലൂർ, മേക്കുടി എന്നിങ്ങനെ 3 പഞ്ചായത്തുകളിലായിട്ടുള്ള ഭൂമി മുഴുവൻ വഖഫ് ബോർഡിൻ്റെതാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമാണെങ്കിലും അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടെ, ഇങ്ങനെ വടതീർത്ഥനാഥ ക്ഷേത്രം, അങ്ങനെ ഈ 3 ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട, ഈ 20ഓളം ക്ഷേത്രങ്ങൾ ഈ വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഈ 3 ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം വലിയൊരു ഞെട്ടലോടുകൂടെയാണ് ഇവിടുത്തെ ജനത കാണുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ചരിത്രം ഇവർ പരിശോധിക്കുമ്പോൾ 1300ഉം 2000ഉം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം, ഈ തിരുച്ചി എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അത് രാജരാജ ചോഴന്റെയും മറ്റുമൊക്കെ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെന്നപ്പോഴൊക്കെ അവിടുത്തെ കൽവെട്ടുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് രാജരാജ ചോഴൻ കുന്തവിക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സഹോദരിയായ കുന്തവിക്ക് വേണ്ടി പണിതീർത്തതാണ് ഈ ക്ഷേത്രം എന്നുള്ളതാണ് അവിടുത്തെ കൽവെട്ടുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ആ ഒരു ക്ഷേത്രം 300 വർഷം മുൻപ് ഉള്ള ഇത്തരത്തിലുള്ള ഒരു മുഗൾ ചക്രവർത്തിയുടേതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡ് പറയുന്നത്. അതായത് തിരുച്ചിറപ്പള്ളി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നവാബ് അൻവറുദ്ദീൻ 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം മുഴുവൻ ഈ മുസ്ലിം മതനിയമപ്രകാരം ദാനം ചെയ്തതാണ് എന്നുള്ളതാണ്. സ്വതന്ത്രാനന്തരം ഇത് തങ്ങളുടേതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഒരു ദുരിതമാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്നിവിടെ. പ്രദേശത്തെ ഭൂമിയുടെ വില കുത്തനെ ഇടിഞ്ഞുവെന്നും ബാങ്കുകൾ വായ്പ കൊടുക്കുന്നില്ലെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അതായത് സമാനതകളില്ലാത്ത വലിയൊരു പ്രതിസന്ധി നടുവിലാണ് അവർ. അതായത് സ്വന്തം ഭൂമിയിൽ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ട ഗതികേടിനെ കുറിച്ച് അവർ എന്താണ് പറയുന്നത്?
കൃഷ്ണരാജ്, അവർ പ്രധാനമായും പറയുന്നത് ഇത്തരം ഒരു സംഭവം ഈ 2022 ഇങ്ങനെ ഒരു വിവാദം ഉയർന്നതോടുകൂടെ തന്നെ ഇവിടുത്തെ ഭൂമിക്ക് മുൻപ് ഒരു ഏക്കറിന് 3 കോടി രൂപ വരെ ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ 30-20 ലക്ഷം രൂപ മാത്രമാണ് ഒരു ഏക്കറിന് ഇവിടെ ഭൂമിക്ക് ലഭിക്കുന്ന വില എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ആളുകൾ അവരുടെ മക്കളുടെ വിവാഹ ആവശ്യമോ മറ്റോ ഒക്കെ ബാങ്കുകളെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ നിന്നും കൃത്യമായി ലോൺ ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇത് നിങ്ങളുടെ ഭൂമിയല്ലല്ലോ, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ ലോണ് തരുമെന്ന് ബാങ്കുകാർ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് തങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇവിടെയുള്ള മുസ്ലിം ജനസമൂഹത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും അധികം ഒരു 95% ഹിന്ദുക്കളാണ്, പക്ഷേ ഒരു 5% മുസ്ലിംസും ഉണ്ട്. അവരുടെ ഭൂമി ഉൾപ്പെടെ ഇത്തരത്തിൽ വഖഫിന്റേതാണ്, വഖഫ് ബോർഡിന്റേതാണ് എന്നുള്ളൊരു അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇവർ ഇതിനെതിരെ വലിയ നിയമ പോരാട്ടം കഴിഞ്ഞ 2 വർഷ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടങ്ങളൊക്കെ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതുമായി മറ്റ് നടപടികളുമായി കടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്രദേശവാസിയായ വ്യക്തി ഭാസ്കരൻ, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എത്തരത്തിലുള്ള ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. இப்போ எந்த மாதிரி நீங்க ஒரு கஷ்டம் அனுபவிச்சுட்டு இருக்கீங்க? நாங்கள் வந்து ஒரு இடத்த வந்து நாங்கள் வந்து விற்க போகிறோம் அப்படின்னாவே அது வந்து வக்ஃப் போர்டுக்கு சொந்தம் அப்படின்றாங்க. அதை வந்து பத்திரம் பதிவு பண்ண மாட்டேன்றாங்க. அவங்க என்ன சொல்கிறாங்க, வக்ஃப் போர்டோட ட்ரிபியூனலில் போயிட்டு நீங்கள் வந்து பர்மிஷன் வாங்கிட்டு வாங்கன்றாங்க. அவங்களே தான் முஸ்லீமோட இப்போ அபுபக்கர் அங்கே இருக்காருன்னா அவரோட மச்சினம் தான் அவர் அங்கே இருப்பார். அவர் எப்படி எங்களுக்கு பர்மிஷன் கொடுப்பாரு? எங்களோட சொத்து, எங்கள் பாட்டன் தலைமுறையிலேருந்து வந்த சொத்து. அந்த சொத்தை நாங்கள் விற்கிறதுக்கு நாங்கள் ஏன் அவங்ககிட்ட போய் பர்மிஷன் வாங்கணும்? ராஜராஜ சோழன் காலத்தில் கட்டின கோயில் அது, 2000 வருஷத்து கோயில். நாங்கள் படித்த ஸ்கூலு அங்கே, அந்த கோயில் உள்ளதான் அப்பெல்லாம் ஸ்கூல் இருந்தது. அந்த ஸ்கூலில் தான் நாங்கள் படித்தோம். அப்போ எங்கள் பிள்ளைங்களுக்கு ஒரு கல்யாணம் காட்சி பண்ணணும் கொல்லணும் அப்படின்னாக்க எங்களோட சொத்தை நாங்கள் விற்று தான் ஆகணும். விற்கக்கூடாது அப்படின்னும் போது அது என்ன வகையான சட்டம்? அது வக்ஃப் போர்டு சட்டம். 1954 இவங்க காங்கிரஸ் கவர்மெண்ட் இவங்களோட தேவைக்காக இவங்க ஏற்படுத்திக்கிட்டது. முஸ்லீம் சிறுபான்மையினர் அவங்கள நல்ல விதமாக கொண்டு வரணும் அப்படின்றதுக்காக இவங்களா ஏற்படுத்திக்கிட்டாங்க. அதே வழியா வந்து இவங்களே இம்ப்ளிமெண்ட் பண்ணிக்கிட்டே வராங்க. அப்ப எங்களோட இந்துக்களோட நிலைமை என்ன வருது? எங்களோட சொத்தை நாங்கள் இழந்துட்டு நாங்கள் அனாதையா இருக்கோம். இதுக்கு ஒரு முடிவு வேணும்னா சென்ட்ரல் கவர்மெண்ட்ல வந்து சென்ட்ரல் மினிஸ்டர் வந்து கிரண் ராஜு வந்து ஒரு பில் பாஸ் பண்ணியிருக்காங்க. இந்த பில்லு வந்து நல்ல ஒரு பில்லு. இதை வச்சு பார்த்தீங்கன்னாக்கா எல்லா மக்களுக்கும் சமமான ஒரு இதாக வரும், யாருக்கும் கெடுதல் இருக்காது. அதை இவங்க வந்து அரசியலுக்கு பயன்படுத்திக்கிட்டு இது வந்து வக்ஃப் போர்டை வந்து இது பண்றாங்க, சட்டம் திருத்தம் கொண்டு வராங்க அப்படின்னு சொல்லி முஸ்லீம் இந்துக்களுக்கு உள்ள ஒரு பிரிவினையை உருவாக்குறாங்க அரசியல் கட்சி. இதாங்க. நீங்க இந்த பாட்டன் முப்பாட்டன் காலத்துல இருந்தே இருக்கிற ஆளுங்க தான்? ஆமாங்க, எங்க பாட்டன் முப்பாட்டன் காலத்துல இருந்து இதே வீட்டில் தாங்க இருக்கோம். நான் படித்ததெல்லாம் இந்த ஸ்கூல் தான். எனக்கு வயசு 70 வயசு ஆயிடுச்சு. எனக்கு நாங்கள் இங்கே தான் படித்தேன். அந்த கோயில் உள்ள தான் அப்பெல்லாம் ஸ்கூலே இருந்தது. இப்போதான் வந்து ஸ்கூல் வந்து தனியாக கட்டியிருக்காங்க. எத்தனை இடம், எத்தனை கோயில் இந்த 3 பஞ்சாயத்துல இருக்குது? அந்த மாதிரி எவ்வளவு ஏரியா இருக்குது இதுல? அதாவது 2 காவேரி கரை ஓரத்துலயும் 1008 சிவன் கோயில் இருக்கு. விஷ்ணு கோயில் தான் கம்மி. ஆனா இங்க இருக்கிறது பாத்தீங்கன்னாக்க இந்த பஞ்சாயத்து உள்ள 3 பெரிய கோயில்கள் இருக்கு. சந்திரசேகர சுவாமி கோயில், படதித்தநாத சுவாமி கோயில், காசி விஸ்வநாதர் கோயில்னு சொல்லி பெரியகருப்பூர்ல ஒரு கோயில் இருக்கு. இந்த மாதிரி பக்கத்திலேயே இருக்கு கோயில். இதெல்லாம் வந்து பழமையான கோயில். அந்த பழமையை மறைச்சிட்டு இவங்க வக்ஃப் போர்டுக்கு சொந்தம்னாக்கா எப்படி சொல்ல முடியும்? இப்போ உங்களுக்கு லோன் அந்த மாதிரி பேங்க்ல எல்லாம் போகும்போது லோன் எதுவும் கிடைக்காம மாதிரி இருக்க அந்த மாதிரி சூழ்நிலை இருக்குதா? ஆமா, நிச்சயமா லோன் கொடுக்க மாட்டேன்றாங்க. ஏன்னா இது வக்ஃப் போர்டுக்கு சொந்தமான கோயில், அங்கேருந்து என்ஓசி வாங்கிட்டு வாங்க அப்படின்றாங்க. எப்படி என்ஓசி கொடுப்பாங்க அவங்க? அவங்க வந்து ட்ரிபியூனல்ல போய் வாங்கிட்டு வாங்கன்றாங்க. வக்ஃப் போர்டுக்கு அப்ளை பண்ணோம்னா வக்ஃப் போர்டு வந்து ட்ரிபியூனல்ல போயிட்டு நீங்க வாங்கிட்டு வாங்கன்றாங்க. ட்ரிபியூனல் எப்படி கொடுக்கும்? எல்லாம் அவங்க ஜமாத்து ஒரே ஆளுங்க இருக்காங்க. அவங்க எப்படி எங்க இந்துக்களுக்கு ஹெல்ப் பண்ணுவாங்க? ஹெல்ப் பண்றதுக்கு வழி கிடையாது. அதனால இந்துக்கள் நாங்கள் ரொம்ப நலிவடைஞ்சு போய் ரொம்ப கஷ்டத்தில் இருக்கோம்.
இந்த பகுதியில் முஸ்லீம் கூட இருக்குது, அவங்க ப்ராப்பர்ட்டி கூட வக்ஃப் போர்டு அவங்களதுன்னு சொல்றதுன்னு கேட்டேன். முஸ்லீம் இடம் இருக்கிற மாதிரி தெரியலங்க. அவங்க முஸ்லீம் எல்லாம் இங்க மைனாரிட்டி இங்க கம்மியா தான் இருக்காங்க. இந்துக்கள் தான் பெரும்பான்மை. எல்லாம் வந்து விவசாயிகள் தான் ஜாஸ்தி. விவசாயிகள்னாக்க இப்ப நான் இருக்கிறேன், எங்க தாத்தா இருக்காரு, அவர் வந்து நிலம் உழுதுருப்பாரு, அடுத்தது எங்க அப்பா, இப்படி பரம்பரையா நாங்க வந்து எல்லாமே விவசாயிகள் தான் இங்க ஜாஸ்தி. ഇത് ഒരു ചിലർ தான் പഠിച്ചിട്ട് இப்போதான் நாங்க வந்து അരുണിലേക്ക് ഞാൻ വരാം. ശ്രീ ഷാഫി ചാലിയം, ആദ്യ 10 മിനിറ്റ് അവർ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടല്ലോ. നേരിട്ടാണ് ചോദ്യം, വഖഫിൽ അങ്ങ് തൃപ്തനാണോ? അല്ല, ഇന്ന് പകൽ മുഴുവനും നിങ്ങളുടെ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തിരുച്ചെന്തൂരിൽ പോയി നിങ്ങളെ ലേഖകൻ അരുൺ അല്ലേ, കേൾക്കാവോ? കേൾക്കാം. എന്നെ കേൾക്കാവോ? കേൾക്കാം ഷാഫി ചാലിയം, പറഞ്ഞോളൂ. ഇതൊന്ന് കാലത്ത് തൊട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത്. ഓക്കെ ഇതിൽ അവിടുത്തെ ലോക്കൽ ആളുകളുടെ എന്തോ ഒരു അക്കൗണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറയാം. അതെ, അവിടുത്തെ ലോക്കൽ ആളുകളുടെ വികാരങ്ങളൊക്കെ നിങ്ങൾ പകർത്തി. സത്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു കോൺട്ര ഉണ്ടാവും. ഉദാഹരണം, അവിടുത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസറെ മിസ്റ്റർ വൈദ്യനാഥൻ, അദ്ദേഹത്തെ പോയി കാണണമായിരുന്നു. മിസ്റ്റർ പ്രദീപ് കുമാർ, ആദ്യം നാട്ടുകാർ പറയാനുള്ളത് പറയട്ടെ, ശേഷമാകാമല്ലോ. അരുൺ അവിടെ തന്നെ ഉണ്ട്, അങ്ങനെയല്ലേ ഒരു വാർത്ത നൽകേണ്ടത്. ആദ്യം ആ ഇഷ്യൂ നമ്മൾ അവതരിപ്പിക്കുന്നു, അതിനുശേഷം അതിന്റെ കൃത്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിന് സമയമുണ്ടല്ലോ. അരുൺ അവിടെ തന്നെ ഉണ്ട്, ആ ഗ്രാമവാസിയാണ് അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ, അതിന് ഉപ്പിട്ട് നിങ്ങൾ വെടി പൊട്ടിക്കാൻ തുടങ്ങിയോ? അധികൃതരുമായി മറ്റുമൊക്കെ ആദ്യപാദത്തിലൊക്കെ സമാധാനപരമായി ഒന്ന് പറയാൻ അനുവദിക്കുന്നത്. ഉറപ്പായും അങ്ങേക്ക് പറയാം, അങ്ങേക്ക് കൂടുതൽ സമയവും തരാം. അല്ല, നിങ്ങൾ അല്പസമയം, നിങ്ങളെപ്പോഴും നിങ്ങളെ ജനൻ ടി വിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു വൺ സൈഡ് റിപ്പോർട്ട് ചെയ്തിട്ട് വരിക. അപ്പുറത്തെ സൈഡ് എന്താണെന്ന് കൂടി ചോദിക്കേണ്ട ബാധ്യത ഉണ്ട്. അതൊരു കാലത്ത് നിങ്ങൾ ചെയ്യാറില്ല. മുമ്പ് തന്നെ ഈ ചാനൽ വന്ന് ഓരോ ലവ് ജിഹാദിന്റെ കഥയുമായി പാലക്കാട്ടെ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിലേക്ക് വരൂ. അന്ന് ഈ ചാനൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയതാണ്. അങ്ങ് വിഷയത്തിലേക്ക് വരും, അങ്ങേക്ക് പറയാൻ സമയം തരാമെന്ന് പറഞ്ഞല്ലോ. കഴിയില്ല. ഇത് ഞാൻ സംസാരിച്ചത് എന്നെ ഇങ്ങോട്ട്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ പറഞ്ഞ എന്നെ തിരിച്ചു കേൾക്കുന്നു. ശരി, അത് പരിഹരിക്കാം. അങ്ങയിലേക്ക് വരാം. ഒരു നിമിഷം. യുവരാജ് ഗോകുൽ, ഈ 1300 വർഷത്തിലേറെ പഴക്കം ഉറപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ, ഒരു ഗ്രാമം, അവിടെ കർഷകരും അവിടുത്തെ പ്രദേശവാസികളുമൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്കായി ഭൂമി വിൽക്കാനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു 3 പഞ്ചായത്തൊക്കെ വഖഫ് ബോർഡ് സ്വന്തമാക്കി വയ്ക്കാൻ, അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ സ്വന്തമാക്കി വയ്ക്കാൻ, ഇതെങ്ങനെയാണ് കഴിയുക? അത് വഖഫ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. വഖഫ് നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ വഖഫ് ബോർഡിന് ഒരു ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഒരാൾ വഖഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും, വാക്കാൽ പറഞ്ഞാൽ മാത്രം മതിയാകും. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം അവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കൃഷ്ണരാജിൻ്റെ ഒരു ഭൂമിയാണ്, കൃഷ്ണരാജിൻ്റെ ഏതെങ്കിലും ഒരു മുതുമുത്തച്ഛൻ ഇതിവർക്ക് വഖഫ് ചെയ്യാമെന്ന് വാക്കാൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ മേൽ അവർക്ക് ഒരു അവകാശമായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്, പിന്നെ താങ്കളുടെ മാത്രം ബാധ്യതയാണ് അത് വഖഫ് ബോർഡിൻ്റെ മുന്നിൽ പോയിട്ട് അത് തൻ്റെ ഭൂമിയാണ് എന്ന് തെളിയിച്ചെടുക്കേണ്ടത്. അത് ആരുടെ ഭൂമിയാണോ അവരുടെ ബാധ്യതയായിട്ട് മാറുന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട്, ഇസ്ലാമികമായ റിലീജിയസ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ്ലി ചില ഭൂമികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി തങ്ങളുടേത് ആകുമെന്നൊക്കെ ഉള്ള തലത്തിൽ മറ്റൊരു
വേറൊരു സാധനം പറയുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഈദ്ഗാഹ് മൈതാനം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ട്, ദ്വാരകയിൽ 2 ഐലൻഡുകളെ കുറിച്ചിട്ട്, സൂറത്തിലെ മുനിസിപ്പൽ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്ലെയിംസ് പല ഭാഗങ്ങളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പേരിലും വലിയ ഡിസ്പ്യൂട്ടുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ തീർത്തും ഏകപക്ഷീയമായിട്ടാണ് അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നത്. ശ്രീ ഷാഫി ചാലി അദ്ദേഹം എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ എന്നാണ് എനിക്കും അഭിപ്രായം പറയാനുള്ളത്. അദ്ദേഹം അത് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ശരി, ഷാഫി ചാലിയം തുടർന്നോളൂ. വീണ്ടും അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ഈ വഖഫിൻ്റെ ഈ നീക്കങ്ങൾക്ക്, അല്ലെങ്കിൽ വഖഫാണ് ആ വസ്തുവിൻ്റെ മുഴുവൻ 3 പഞ്ചായത്തിലെയും ക്ഷേത്രങ്ങളുടെയും വസ്തുവിൻ്റെയും ഗ്രാമങ്ങളുടെയും ഒക്കെ അവകാശികൾ എന്ന് പറയുന്നതിന് പിന്നിൽ അവർ മാത്രമാണോ അതോ രാഷ്ട്രീയവുമുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും അവർ പറയുന്നത് DMKയുടെ പ്രകടന പത്രികയിൽ തന്നെ അവർ പറഞ്ഞിരുന്നു, അവർ അധികാരത്തിൽ കയറുകയാണെങ്കിൽ വഖഫ് ബോർഡിന്റെ ഭൂമികളെല്ലാം തിരിച്ചു പിടിച്ച് നൽകും എന്നുള്ളത്. അതിനുശേഷം ഈ ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന് സ്വന്തമായ ഭൂമിയാണ് എന്ന് പറയുന്നത് ഈ സർക്കാരാണ്, അത് കാണിച്ചു കൊടുക്കുന്നത് സർക്കാരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ ഒരു പരാതിയായിട്ട് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഷാഫി ചാലിയും അദ്ദേഹം പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ട് റവന്യൂ അധികൃതരുടെയും മറ്റുമൊന്നും ഇതിലെ വിശദീകരണം ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി തന്നെ അവരുമായിട്ടൊക്കെ ഇവിടെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് DMK ഭരണം നടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിന് അനുകൂലമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ മറ്റോ അവരുടെ വായിൽ നിന്നും വീഴുകയാണെങ്കിൽ പിന്നീട് ആ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും അവരൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ റവന്യൂ അധികൃതരുമായി മറ്റൊക്കെ സംസാരിച്ചിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഇതിന്റെ രേഖകൾ ലഭിച്ചത്, എത്തരത്തിലുള്ള, അതായത് ഇത് ഈ ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയുമ്പോൾ അതിന് ഏത് തരത്തിലുള്ള രേഖകളാണ് വഖഫ് ബോർഡിന്റെ കയ്യിലുള്ളത്? ഇപ്പോൾ നിലവിൽ കോടതിയിൽ പോലും അത്തരം ഒരു രേഖയും ഈ ക്ഷേത്രം ഉൾപ്പെടെ, അതായത് ഈ 1300 വർഷം പഴക്കമുള്ള രാജരാജ ചോഴൻ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ആ ഒരു ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയുമ്പോൾ അതിന് ചരിത്രപരമായി തെളിയിക്കുന്നതിന് വേണ്ടി എന്ത് രേഖകളാണ് ഇവരുടെ കയ്യിൽ എന്നുള്ളത് കോടതിയിൽ പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ അധികൃതരോട് ഉൾപ്പെടെ നമ്മൾ ചോദിച്ചിരുന്നു, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങളുടെ പക്കൽ ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവർ അത്തരം രേഖകളോ മറ്റോ ഒന്നും നമുക്ക് മുന്നിൽ കാണിച്ചു തരികയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ ഈ നാട്ടുകാർ പറയുന്നത് DMK എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കുക. സർക്കാർ ഷാഫി ചാലിയം കേട്ടുവല്ലോ, ഒരു സൈഡ് മാത്രം നോക്കി പോകുന്ന റിപ്പോർട്ടർ അല്ല അരുൺ ആലത്തൂർ, മറുപക്ഷവും തേടിയിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർക്ക് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. രേഖകൾ ഇല്ലെന്ന് വ്യക്തമാണ്. അരുൺ തുടർന്നോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റോ ഒന്നും അവരുടെ പക്കലില്ല എന്നുള്ളത് മാത്രമല്ല, കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെ അത്തരം രേഖകളൊന്നും കോടതിയിലും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ നടത്തും. നമുക്ക് ഭാസ്കർ അദ്ദേഹത്തിൽ കൂടെ ഒന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിച്ചറിയാം. കാരണം ഇതിനുവേണ്ടി ഏറ്റവും അധികം നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. இந்த கோவில் வந்து வக்கஃப் போர்டோட இது அந்த மாதிரி ஏதாவது எவிடன்ஸ் வக்கஃப் போர்டு கோர்ட்ல ஹாஜராக்கி இருக்குதா, ப்ரொடியூஸ் பண்ணியிருக்குதா கோர்ட்ல? நான் வந்து பப்ளிக் இன்ட்ரெஸ்ட் லிட்டிகேஷன் சொல்லி சுப்ரீம் கோர்ட்ல வந்து இந்த வக்ஃப் போர்டு சம்பந்தமா கேஸ் போட்டிருக்கேன். கேஸ் நம்பர் ஆயிருக்கு, அது லைவ்ல இருந்துட்டு இருக்கு. இது வந்து எங்க இந்துக்களோட கோயில் தான்ன்றதுக்கு நான் எவிடன்ஸோட தான் நான் போட்டிருக்கேன். நான் இல்ல வக்கஃப் போர்டு வந்து அவங்களோட இடம் என்றதுக்கு ஏதாவது சப்போர்ட்டிங் டாக்குமெண்ட் கோர்ட்ல ப்ரொடியூஸ் பண்ணியிருக்காங்க? இல்ல, இதுவரையும் பண்ணல. இதுவரையும் அவங்க வந்து வக்ஃப் போர்டுல வந்து எதுவும் பண்ணல. ஆனா நம்ம கிட்ட கரெக்டா எல்லா இதுவும் இருக்கு, எவிடன்ஸ் ஃபுல்லா இருக்கு. எங்க கிட்ட எல்லா ஆதாரத்தையும் வச்சு தான் நாங்க போட்டிருக்கோம். இதெல்லாம் எந்த ஆதாரம் நீங்க ப்ரொடியூஸ் பண்ணிருக்கீங்க?
எங்கிட்ட இருக்க ஆதாரத்தை வச்சு நாங்கள் போட்டிருக்கோம். இந்த கல்வெட்டுல எல்லாம் கல்வெட்டில் இருக்கிறது, மற்றபடி ராஜராஜ சோழனோட ஓலைச்சுவடியில் இருக்கிறது எல்லாத்தையும் ஆதாரத்தை வச்சு தான் நாங்கள் போட்டிருக்கோம். நாங்கள் ഏതായാലും 1300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊക്കെ ഇവർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ രാജരാജ ചോഴൻ നിർമ്മിച്ചതാണെന്ന് തെളിയിക്കുന്ന കൽവേട്ടുകളായാലും ഓലച്ചുവടിയിലുള്ള എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇവർ കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ വരാം. ശ്രീ ഷാഫി ചാലിയം, കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. ശരി, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അല്ല, ഒരു സെക്കൻഡ്. ഞാൻ അങ്ങ് പറഞ്ഞതിന് ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. അപ്പോൾ അരുൺ അതിന് മറുപടി നൽകുന്നു. കോടതിയിൽ പോലും രേഖകളില്ല വഖഫ് ബോർഡിൻ്റെതായി. അതേസമയം അവിടെയുള്ള ഗ്രാമവാസികൾ കോടതിയെ സമീപിച്ച് അവരുടെ പക്കലുള്ള രേഖകൾ, ഇത് ഞങ്ങളുടേതാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടുമുണ്ട്. പിന്നെ ഈ അരുൺ ആലത്തൂർ ഇന്ന് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി, റവന്യൂ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ആരും അവിടുത്തെ രാഷ്ട്രീയ പിൻബലം ഭയന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ശ്രീ ഷാഫി ചാലി, ഞാൻ പറയാം. നിങ്ങൾ ഒന്ന് ഇടപെടാതിരിക്കും. ഞാൻ കൃത്യമായിട്ട്, ഞാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പിന്നെ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് റവന്യൂ ഡിവിഷണൽ ഇൻസ്പെക്ടറെ വിളിച്ചു. ശേഷം തൃശ്ശിനാപ്പള്ളി ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ MP അദ്ദേഹവുമായി സംസാരിച്ചു. എല്ലായിടത്തും സംസാരിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. തികച്ചും നിങ്ങൾ നടത്തിയതൊരു വിദ്വേഷ പ്രചരണമാണ്. കാരണം പ്രസൻ്റ്ലി അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. ഉണ്ടായിരുന്നു. എങ്ങനെ? 1954 വഖഫ് ആക്ട് വരുന്നത്. 1958 തമിഴ്നാട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് കൊടുത്ത ഭൂമിയാണ് തിരുച്ചെന്തൂരിലെ ഈ 470 ഏക്കറും അതിൻ്റെ പരിസരത്തുള്ള ഏകദേശം 800 ഏക്കറും. വഖഫ് ബോർഡ് പോയി എൻക്രോച്ച് ചെയ്തതല്ല, പിടിച്ചു വാങ്ങിയതല്ല. 1958 തമിഴ്നാട് ഭരിച്ചിരുന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു? 54 ഉണ്ടാക്കിയ വഖഫ് ആക്ട് പ്രകാരം ഉണ്ടാക്കിയ വഖഫ് ബോർഡിലേക്ക് തമിഴ്നാട്ടിൽ എന്തെല്ലാം വഖഫ് ചെയ്ത സ്വത്തുക്കളുണ്ട് എന്ന് അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ നടത്തി വഖഫ് ബോർഡിനെ നോട്ടിഫൈ ചെയ്ത് കൊടുത്ത പ്രദേശമാണ് ഈ 470 ഏക്കറയും അതുപോലെ തന്നെ ഒരു ശംഖ് മുഴക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, ഒരു 800 ഏക്കർ. ഇത് പഴയ കാലമാണ്, ആ 58 കാലമാണ്. അതിനുശേഷം അവിടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പരിസരത്ത് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ പല ജനങ്ങളും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അറിയാതെ ഈ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ക്രയവിക്രയം നടത്തിയിട്ടുണ്ട്. ധാരാളം വഖഫ് സ്വത്തുക്കൾ, നോട്ടിഫൈ ചെയ്ത് കിട്ടിയ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ അതാത് സ്റ്റേറ്റിലെ വഖഫ് ബോർഡിന് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ വഖഫ് ബോർഡിന്റെ വസ്തു എന്ന് അറിയാതെ എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക എന്ന് മനസ്സിലാവില്ല. അല്ല, ഒരു മിനിറ്റ് കൃഷ്ണരാജ്, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. ഞാൻ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്, തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഈ സ്ഥലം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്ത് വഖഫ് ബോർഡിലേക്ക് ഏൽപ്പിക്കുന്നത്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ ഞാൻ പറയുന്നതിൽ? ഇല്ല, കേൾക്കാം, പറഞ്ഞോളൂ. അതായത് വഖഫ് ബോർഡ് പോയി പിടിച്ചടക്കിയതല്ല, ക്ഷേത്രമൊക്കെ അടങ്ങുന്ന ഭൂമി പോയി വഖഫ് ബോർഡ് പിടിച്ചടക്കിയതല്ല. 58 തമിഴ്നാട് ഗവൺമെൻറ് സർവേ ചെയ്ത് നോട്ടിഫൈ ചെയ്തത്. ആ നോട്ടിഫിക്കേഷൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ ഡീറ്റെയിലും എൻ്റെ കയ്യിലെത്തും. ഓരോ സ്റ്റേറ്റിലെയും വഖഫ് ബോർഡുകൾ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിതയിൽ കാണിച്ച അനാസ്ഥ, ഈ അനാസ്ഥ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നതിനെതിരെ പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വഖഫ് ബോർഡും
പിന്നെ ഈ വഖഫ് ബോർഡിൻ്റെ ഈ എൻക്രോച്ച്മെൻറ്റ് തടയണമെന്ന നിർദ്ദേശം സെൻട്രൽ വഖഫ് കൗൺസിലിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തു, തമിഴ്നാട് ഗവൺമെൻറ്റിനോട് ഇവിടെ നിലവിൽ തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് സർവേ നടത്തണമെന്ന് പറഞ്ഞ് സംയുക്തമായി പിന്നെ തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെയും തമിഴ്നാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമാടെ നടത്തിയ കയ്യേറ്റങ്ങളുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോഴാണ് എന്ത് വരുന്നത്, ഈ തിരുച്ചെന്തൂർ എന്ന ഈ വില്ലേജിലെ ഇങ്ങനെ ഒരു സ്ഥലം എന്താണ് അവിടെ കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് അതിന് നിയമപരമായി എന്ത് ചെയ്തു, പിന്നെ വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ടും ലീഗൽ ഒപ്പീനിയൻ തേടി. ആ വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ടും പിന്നെ തിരുച്ചെന്തൂരിലെയും പരിസര പ്രദേശത്തിലെയും എല്ലാ രജിസ്റ്റർ ഓഫീസുകൾക്കും കലക്ട്രേറ്റുകൾക്കും റവന്യൂ അധികാരികൾക്കും ഇത് കൈമാറി. സ്വാഭാവികമായും അതോടുകൂടി എന്ത് സംഭവിച്ചു, വഖഫ് ബോർഡ് അതിൻ്റെ രേഖകളിലുള്ള ഭൂമിയാണ് ഇതെന്നും അതിൻ്റെ മുകളിൽ തീർച്ചയായും ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഗവൺമെൻറ് അത് വഖഫ് ബോർഡിനെ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അതുവരെ ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്തു, ടെമ്പററി ട്രാൻസിസ്റ്റൽ പൊസഷൻ, അതായത് അവിടെ ക്രയവിക്രയം മാത്രം പാടില്ല, നിങ്ങൾക്ക് അവിടെ താമസിക്കാം, ജീവിക്കാം, ക്ഷേത്രം നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, ഈ തർക്കം ഗവൺമെൻറ് പരിഹരിച്ച് തരണം എന്ന് കാത്തുന്നു. അങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ടീമുകൾ എല്ലാവരും കൂടി യോഗം ചേർന്ന് ഒരു പീസ് മീറ്റിംഗ് ചേർന്ന് 2022 സെപ്റ്റംബർ മാസത്തിൽ തന്നെ എന്ത് തീരുമാനിച്ചു, അവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം, ഭൂമി ക്രയവിക്രയം ചെയ്യാനുള്ള തടസ്സം പാടില്ല, ഭൂമി ക്രയവിക്രയം ചെയ്യണമെങ്കിലും ലോൺ എടുക്കണമെങ്കിലും വഖഫ് ബോർഡിൻ്റെ NOC വേണമെന്ന ആ നിബന്ധന എടുത്തു കളഞ്ഞു. അതിനെക്കുറിച്ച് ദ ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് കൃഷ്ണരാജന് ഞാൻ അയച്ചു തരാം. സെപ്റ്റംബർ 14, 2022 അതിന് തീരുമാനം കൃത്യമായി ദ ഹിന്ദുവിൽ അത് സംബന്ധമായി വന്നിരിക്കുന്നു. ആ വന്ന ആ റിപ്പോർട്ട് ഞാൻ അതിൻ്റെ വെറുതെ വായിച്ച സമയം കളയണോ, ഇതിൽ പറയുന്നു, മിസ്റ്റർ when contacted collector Mr. Pradeep Kumar told the Hindu that as per the decision arrived at the peace meeting there was no need to get NOC from Waqf Board for registering deeds. As of now the people could continue to sell or buy lands in the village. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹിന്ദു പത്രത്തിൽ വന്നതാണ്. ഇനി ഒരു 4 മിനിറ്റ് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, കൃത്യമായി അന്വേഷിക്കാതെ ഇതൊക്കെ പറയുമോ? ഈ 2002 മുതൽ താൽക്കാലികമായി രേഖാ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമെന്നും മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് അല്ല, എനിക്ക് ഒന്നും നിങ്ങളെ ചർച്ച ഒന്നും മനസ്സിലാകുന്നില്ല. ആരാ സംസാരിക്കണേ? നിങ്ങൾ കൃഷ്ണരാജാണ് പറഞ്ഞത്. അതായത് കിരൺ റിജിജു ഇന്നലെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങിപ്പോൾ വലിയ കാര്യമായി ഉയർത്തിക്കാട്ടിയ 2002 കാര്യം, കൃഷ്ണരാജ്, ഞാൻ 2022 കാര്യം, പിന്നെ അങ്ങ് പറഞ്ഞ ഈ 1958 ആണോ? അങ്ങ് പറഞ്ഞൊരു 58 ഇത് ഞാൻ ദിവസം ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഞാൻ എനിക്ക് പിന്നെ ഇടപെടണ്ടേ സാർ? ഞാൻ അങ്ങ് നോക്കൂ, 8:05 ആവുന്നു, അങ്ങാണ് കൂടുതൽ സമയം സംസാരിച്ചത്. അതിനെ നമുക്ക് അല്ല, ഞാനിവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങ് പറഞ്ഞതാണ് കിരൺ റിജിജു ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അത് കണ്ടെത്താൻ വേണ്ടി സർവേ നടത്തുന്നു. പ്രേക്ഷകർ, ഒരു മിനിറ്റ്, പ്രേക്ഷകർ ഇപ്പൊ എന്താ, ആരതാ, ഇന്റേതാണോ നിങ്ങളതാണോ ആരതാ കേൾക്കുന്നത്? ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങൾ ജനം വിളിച്ചപ്പോ വരില്ലെന്ന് പറഞ്ഞത്. എന്താണ് മറ്റു ചാനൽ പോലെ കൃഷ്ണരാജ് എന്നത് ജനം TV അല്ല. കൃഷ്ണരാജ് ഞാൻ പല ചാനലിൽ ഞാൻ കണ്ടതാ. ഞാൻ ചോദ്യം ചോദിക്കരുത് എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവും. അവിടുത്തെ ജില്ലാ കളക്ടർ പറയുന്നു, നിങ്ങളെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ലോൺ കിട്ടാത്ത പ്രശ്നമില്ല, വഖഫ് ബോർഡിന്റെ NOC വേണമെന്ന നിബന്ധന ഇപ്പോൾ അവിടെ നിലവിലില്ല. ഞാനതിന്റെ രേഖയാണ്, ഞാൻ ജില്ലാ കളക്ടർ ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു. ശരി സാർ, മറുപടി യുവരാജ്.
അല്ല, ശ്രീ ഷാഫി ചാലിയം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുകയാണ്. സംസാരിക്കണ്ടേ സാർ? നിങ്ങൾ അറിയണം, എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകേണ്ടത്. ശരി, അങ്ങനെ ഒരു മണിക്കൂർ നിങ്ങളെ യന്ത്രം തകരാറ്. ഞാൻ നിർത്തുകയാണ്. അങ്ങനെ പറയല്ലേ, ജനാധിപത്യം ഇല്ലാത്തൊരു ജനാധിപത്യ മര്യാദ കേടും കാണിച്ചിട്ടില്ല. അല്ല, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ആരാണ് ചെയ്തു. എനിക്കൊന്നും ചോദിക്കണ്ടേ? അല്ല, അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചു. മറുപടി ഇല്ല എന്ന് ഞാൻ കരുതിക്കോളാം. എനിക്കല്ലാതെ മാർഗമില്ല. അങ്ങയെ വിളിച്ച് അതിഥിയായി കണ്ട് തന്നെ ഇവിടെ ഇരുത്തി അങ്ങയ്ക്ക് കൂടുതൽ സമയം തന്നതാണ്. ഇടപെട്ട് ചോദിച്ചാൽ ഞാൻ എണീറ്റ് പോകുമെന്ന് പറയുന്നത് ശരിയല്ല സാർ. അങ്ങ്, ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങ് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. 1 മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചോളും. പക്ഷെ അത് പറ്റില്ലല്ലോ. ഇനിയും 2-3 പേര് ഇവിടെ ഉണ്ട്. യുവരാജ്. ഇല്ല, ശ്രീ ഷാഫി ചാലിയം, അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ കൃഷ്ണരാജ് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും അങ്ങ് കാര്യമായിട്ട് എന്തോ ശ്രീ ഷാഫി ചാലിയം എന്തോ പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട്. അദ്ദേഹം അത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഞാൻ മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് തരാൻ പറ്റുന്നതിൽ അങ്ങേ അറ്റത്തെ ജനാധിപത്യപരമായ ബഹുമാനം തന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് സെൽഫ് ഗോൾ അടിക്കുന്നത് പോലുള്ള പോയിന്റുകൾ പറഞ്ഞിട്ട് നന്നായിട്ട് മറുപടി വരുമെന്ന് മനസ്സിലായപ്പോൾ എഴുന്നേറ്റ് ഓടിയതാണ് എന്ന് മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. വേറെ ഒന്നും ഞാൻ ഒരിക്കലും അതിഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അനാവശ്യമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ചോദിച്ചു പോകുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിച്ചു പോകുന്നതാണ്. അതിനെ ഇങ്ങനെ ജനാധിപത്യ മര്യാദ ഇല്ലാത്തയാൾ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് അങ്ങാണത് ചെയ്തതെന്ന് എനിക്ക് മറുപടി പറയാനുള്ളൂ. യുവരാജ്. അല്ല, ഒന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു പീസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു. അവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. NOC ആവശ്യമില്ല, ആൾക്കാർക്ക് വസ്തു വിൽക്കുന്നതിനോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനോ ഒന്നും NOC ആവശ്യമില്ല എന്നുള്ള ഒരു സെറ്റിൽമെന്റ് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു ശ്രീ ഷാഫി ചാലി. അങ്ങ് ഇത് കേൾക്കുകയാണെങ്കിൽ അത് അങ്ങ് കേട്ടോളൂ മറുപടി. ഇത് തന്നെയല്ലേ സെൻട്രൽ ഗവൺമെന്റും പറഞ്ഞത്? അതായത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡ് ആരുടെയെങ്കിലും ഒരു വസ്തുവിൻ്റെ മേല് അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ വാട്ടെവർ ഒരു ക്ലെയിം വെക്കുന്ന സമയത്ത് ആ ക്ലെയിം കോടതികളിലേക്ക് പോകാതെ വഖഫ് ബോർഡിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രൈബ്യൂണലിൻ്റെ മുമ്പിലേക്ക് മാത്രം വരിക. അത് തങ്ങളുടെ ഭൂമിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ പറയുന്ന അഫക്റ്റഡ് പാർട്ടിയാണോ അവരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറുക. അവർ ഈ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ഒരു സംവിധാനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ വെച്ച് വാദിക്കേണ്ടി വരിക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഇരുഭാഗത്തിനും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും അതാത് പ്രദേശത്തെ MP-യും ഈ പറയുന്ന കമ്മിറ്റിക്കകത്ത് ഉണ്ടാവുക എന്നുള്ള ഒരു തരത്തിലുള്ള അമെൻമെന്റ് തന്നെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? നിങ്ങളിപ്പോൾ ഈ പറയുന്ന തിരുച്ചെന്തൂരിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് പോലും അതേ വഴി പിന്തുടർന്നിട്ട് തന്നെയല്ലേ? അപ്പോൾ താങ്കൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നത് സെൽഫ് ഗോൾ ആണെന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തതാണോ, അതോ താങ്കൾ മനസ്സിലായിട്ട് മറ്റുള്ളവരെ എല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ വിദഗ്ധമായിട്ടൊരു പോയിന്റ് അവതരിപ്പിച്ചു എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ട് എഴുന്നേറ്റ് ഓടിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന ഗ്രാമത്തിലെ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പിന്തുടരുന്ന തലത്തിലേക്ക് വഖഫ് ബോർഡിനെ അമെൻഡ് ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ദയവേത് താങ്കൾ മനസ്സിലാക്കുക, താങ്കളുടെ പാർട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുക, താങ്കളുടെ പാർട്ടി നിൽക്കുന്ന മുന്നണിയോടും പറഞ്ഞു മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ വിഷയം. ഇതിനകത്ത് വലിയ ആനക്കാര്യമൊന്നുമില്ല സാർ. ശ്രീ ആരിഫ് ഹുസൈൻ, ഈ വഖഫിൻ്റെ ശീലം എന്താണ്? കൈവശപ്പെടുത്തലാണോ, വെട്ടിപ്പിടിക്കലാണോ, അതോ വഖഫ് ബോർഡിലാകെ ദുരുപയോഗപ്പെടുത്തലാണോ നടക്കുന്നത്? ഓക്കെ, ഇന്നിപ്പോൾ നമ്മളിത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചടക്കലും കൈവശപ്പെടുത്തലുമാണ് എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് ഇവിടെ ഉണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും ഒടുവിലുള്ള
എക്സാമ്പിൾസ്, പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള എക്സാമ്പിൾസ്, അമ്പലം അവരുടെ വഖഫ് പ്രോപ്പർട്ടിയിലാണെന്ന് പറയുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ഒരു ഗ്രാമം മുഴുവൻ അതിൽ പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ, കേരളത്തിലടക്കം സ്ഥലങ്ങൾ ആ രീതിയിൽ വരുന്നു എന്ന് പറയുന്ന അവസ്ഥ. എനിക്ക് ഈ വഖഫ് ബോർഡിന്റെ കാര്യവും ഇതൊക്കെ വീണ്ടും ചർച്ചയായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇന്നിപ്പോ ഉയർന്നു വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഈ ഒരു എതിർപ്പും, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള എന്തൊക്കെ ഒരു നീക്കമാണ്, ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു മുസ്ലിമിനോട് ചോദിക്കാനുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഈ വഖഫ് ബോർഡ് ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ട് എന്ത് വ്യക്തിപരമായ നേട്ടമാണ് ഇവിടുത്തെ സാധാരണ ഒരു മുസ്ലിമിന് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. കാരണം ഞാൻ കുറെ കാലം മുസ്ലിമായിട്ട് ജീവിച്ചതാണ്, എൻ്റെ വീട്ടുകാർ കുറെ കാലം ഇപ്പോഴും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നും ഇതേപോലെ മുസ്ലിങ്ങളുടെ പേരിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാധനമാണെന്നും ഇതിൽ തൊട്ട് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് മുഴുവൻ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്നൊക്കെ ഇവിടെ പറയാൻ പാകത്തിനുള്ള ഒരു സാധനം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയമായിട്ട് ഇതിനെ മാറ്റി അതിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു സംഘം എന്നതിനപ്പുറത്തേക്ക് എന്ത് വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ് ഈ വഖഫ് ബോർഡ് കൊണ്ട് ഇവിടുത്തെ ഒരു സാധാരണ മുസ്ലിമിനുള്ളത് എന്നൊന്ന് പറഞ്ഞതാണ്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ആ നേട്ടം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഉള്ള നേട്ടം എന്ന് പറയുന്നത് ഈ കോട്ടം മുഴുവനാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഈ വഖഫ് ബോർഡിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മീശമാധവൻ സിനിമയാണ്. അതായത് മീശമാധവൻ ഒന്ന് മനസ്സ് വെച്ചൊന്ന് മീശ ചുരുട്ടിയാൽ അത് പിന്നെ മീശമാധവൻ അടിച്ചു മാറ്റിയിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ മീശമാധവന്റെ റോള് നിൽക്കുന്നത് മീശ വഖഫ് ബോർഡാണ് എന്ന് പറയേണ്ടി വരും. അതായത് വഖഫ് ബോർഡ് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടൊന്ന് മീശ ചുരുട്ടിയാൽ അത് പിന്നെ വഖഫ് ബോർഡിന്റെ ആയി മാറും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതിന്റെ പഴി മുഴുവൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിനെ ആ മീശമാധവനെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും അതും ഇവിടുത്തെ മുസ്ലിമിന് വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുസ്ലിമിന് ഇതുപോലെ കൊലയ്ക്ക് കൊടുക്കുന്നത്? ഇതുപോലെയുള്ള അസംബന്ധങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട എന്ത് ബാധ്യതയാണ് ഇവിടുത്തെ സാധാരണ മുസ്ലിമിനുള്ളത്? എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഇതുപോലെ KC വേണുഗോപാലിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ കിടന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എക്സ് മുസ്ലിം ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനെ തലയിലേക്ക് ഇടുന്നത്? ഇവിടെ എഴുന്നേറ്റ് പോയ ആ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു സെൽഫ് ഗോൾ ആണ്. പച്ചയായ സെൽഫ് ഗോൾ അല്ലേ അവിടെ പറഞ്ഞത്? അതായത് മീശമാധവനെ പോലെ അവിടെ ആ അമ്പലത്തെ നോക്കി ആ ഗ്രാമത്തെ നോക്കി വഖഫ് ബോർഡ് മീശ ചുരുട്ടുന്നു, അത് മീശമാധവന്റെ ആയിട്ട് മാറുന്നു, എന്നിട്ട് പിന്നെ അത് തർക്കമാകുന്നു, കോടതിയിലെത്തുന്നു. കോടതി ചോദിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായില്ലേ? മധ്യപ്രദേശിലെ ഹൈക്കോടതി ചോദിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ താജ്മഹൽ വഖഫ് ബോർഡിലാണെന്ന് പറഞ്ഞൂടെ? അതല്ലെങ്കിൽ റെഡ് ഫോർട്ട് ആണെന്ന് പറഞ്ഞൂടെ? ഇത് ഏതാണ് ഇതിൽ പെടാത്തത് എന്ന് ചോദിച്ചു വെക്കുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ അദ്ദേഹം അവിടെ സമ്മതിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുകയും അതിന് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പരിഹാര മാർഗങ്ങളുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു വെക്കുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതെന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? അപ്പൊ എന്റെ വിനീതമായ അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവിടെ എഴുന്നേറ്റ് പോയ ഷാഫി ചാലിയത്തിനോട് ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായമെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റു പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഈ വിഷയത്തിലുള്ള ആ ഒരു പുകമറ ആ സൃഷ്ടിക്കുന്നതൊന്ന് ഒഴിവായിട്ട് ഇതിലൊരു ചെറിയ ക്ലാരിറ്റി എങ്കിലും അവർക്ക് ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതായത് യുവരാജ്, ഈ വെറുതെ കുറേ ഭൂമി കിടന്നിട്ട് എന്തിന്, സാധാരണ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ പ്രസക്തമാണ്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കും. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡിഫൻസും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈവശം ഇരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ്. ഏതാണ്ട് 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് അവരുടെ കൈക്കകത്ത് ഇരിക്കുന്നത് വഖഫ് ബോർഡിന്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളിൽ ഇന്ത്യൻ മുസ്ലിമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണെന്നും വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണെന്നും സാക്ഷരത അവർക്ക് ലഭിക്കുന്നില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ കൈവശം വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ലാൻഡ് അസറ്റ് ഓണേഴ്സ് എന്ന് പറയുന്നത്, ലാൻഡ് അസറ്റ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ആ വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് അതിപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഒന്ന് അത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഞാനിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം, ഇപ്പം അദ്ദേഹം ചോദിച്ചത്, ശ്രീ ആരിഫ് അദ്ദേഹം ചോദിച്ചതുപോലെ സാധാരണക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പറയുന്ന വലിയ വിഷയങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. അവരവരുടെ അന്നന്നത്തെ ജീവിതം നോക്കി മാത്രമായിരിക്കും പോകുന്നത്. പക്ഷേ ഈ പറയുന്ന പല ഓർഗനൈസ്ഡ് ബോഡികളുടെയും ഒരു വളരെ ഗൂഢമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ 5, 10, 20 വർഷങ്ങളും കണ്ടിട്ടല്ല, അവർ 50, 100 വർഷങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിർമ്മല കോളേജിലെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ നിർമ്മല കോളേജിൽ ആ പള്ളിയിലെ ഫാദർ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ കോളേജ് ഇവിടെ പ്രവർത്തിക്കുകയാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെയല്ലേ ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്, ഇത് തന്നെയല്ലേ നിയമം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു വിദ്യാർത്ഥി തിരിച്ച് മറുപടി പറഞ്ഞത്, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, ഇന്ന് ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്നാണ്. അതായത് ഞങ്ങൾ ന്യൂനപക്ഷം ആവുമ്പോഴും ഞങ്ങൾ ഭൂരിപക്ഷം ആവുമ്പോഴും രണ്ട് തരത്തിലാണ് പെരുമാറുന്നതെന്ന് വളർന്നു വരുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ടീനേജ് ഒരു പക്ഷേ കടന്നിട്ടുണ്ടാവില്ലാത്ത ഒരു വിദ്യാർത്ഥി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു നിയമം വളരെ നിഷ്കളങ്കമെന്നോ നിരുപദ്രവകരമെന്നോ ഉള്ള നിലയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആരും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള നിലയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് സാധാരണ മുസ്ലിമിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല, നാളെയും സാധാരണ മുസ്ലിമിന് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലായിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുന്ന സമയത്ത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഒരു ദിവസം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 2013 വരെ ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നിടത്ത് അത് എനി പേഴ്സൺ എന്ന് അമെൻഡ് ചെയ്ത് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, എൻ്റെ ഒരു ചെറുമകൻ്റെ വസ്തു അന്ന് ഇവിടെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഡെമോഗ്രഫിയൊക്കെ മാറി, പറയുന്ന പോപ്പുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി, ഭൂരിപക്ഷ സമുദായം ഇസ്ലാമിക സമുദായം ആയി എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഭൂമി വന്ന് പെട്ടെന്ന് അങ്ങ് ക്ലെയിം ചെയ്യണം, ഇത് ഇങ്ങനെയാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, ഇത് നിങ്ങളുടെ മുത്തച്ഛൻ വഖഫ് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ വഖഫ് ചെയ്തതിന് രേഖ എവിടെ? രേഖ ആവശ്യമില്ല, ഡീഡ് ആവശ്യമില്ല, ഒന്നുമില്ല. കാരണം വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കും വാക്കാൽ പറയാം. ആ വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി അവരുടേതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ഒരു പ്രശ്നമായിട്ട് മാത്രം നമ്മൾ കാണേണ്ടതല്ല. 2, 3 തലമുറകൾക്ക് അപ്പുറത്തേക്ക് ഇത് എത്ര വലിയ രൂക്ഷമായ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോകേണ്ടുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു മുസ്ലിം അദ്ദേഹം ഒരു 5 വർഷമായിട്ടെങ്കിലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് വഖഫ് ചെയ്യാൻ ഈ പറയുന്നത് പോലെ ഒരു വാക്കാൽ പറയുന്ന. മറ്റുള്ളവർക്ക് അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ എന്തുകൊണ്ട് വഖഫ് ബോർഡിന് ഭൂമി ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. വഖഫ് ബോർഡിന് ഭൂമി ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വഖഫ് ചെയ്യുകയും ഭൂമി ഡൊണേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഭൂമി ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ നാട്ടിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രൊസീജിയറുകളും നിയമപരമായ ഫോർമാലിറ്റികളും എല്ലാം പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു വസ്തു ആധാരപ്രകാരം ഡീഡാക്കിയിട്ട് എന്ത് ചെയ്യാം? വഖഫ് ബോർഡിന് ഡൊണേറ്റ് ചെയ്യാം. അതിപ്പോഴും ചെയ്യാം, നാളെയും ചെയ്യാം, മറ്റന്നാളും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ചിന്തകളിൽ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറുമകൻ്റെ അടുത്ത് വന്നിട്ട് ആ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത്ര ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സമൂഹം തന്നെയാണ്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരു അൺകംഫർട്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇനി ഇങ്ങനൊരു നിയമം നിലനിൽക്കുമ്പോൾ തന്നെയും നമുക്കിപ്പോൾ ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രവും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ളൊരു പ്രശ്നമാണെന്നിരിക്കട്ടെ, മറ്റൊരു വ്യക്തിയുടെ ഭൂമി ഒരു ക്ഷേത്രത്തിൻ്റെതാണെന്ന് പറയുന്നു എന്നിരിക്കട്ടെ, ഈ ക്ഷേത്രവും ഈ വ്യക്തിയും രണ്ടുപേരും പോകേണ്ടത് കോടതിയിലേക്കാണ്. തങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അവിടെ സമർപ്പിക്കണം. അവിടെ സമർപ്പിച്ചിട്ട് അവിടെ ഒരു ക്രോസ് നടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമി ആരുടേതാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്. ഇവിടെ വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഒരു ഭൂമിയിൽ ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിലല്ല പോകേണ്ടത്, ഈ വഖഫിൻ്റെ മുമ്പിലേക്കാണ് വരേണ്ടി വരുന്നത്. ഈ വഖഫിന് ഇത് ക്ലെയിം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് രേഖകളും ഒന്നും കാണിക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ 58 റവന്യൂ രേഖ അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ റവന്യൂ രേഖയുടെ ഒന്നും ആവശ്യമില്ലെന്നേ വഖഫിന് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റവന്യൂ രേഖയുടെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഭൂമി നോക്കിയിട്ട് ഇത് ഇന്നയാളെ ഞങ്ങൾക്ക് വഖഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നുന്നേ. അതാണ് അവസ്ഥ. അപ്പോൾ അത് അവസ്ഥ മാത്രമല്ല, ഈ പറയുന്ന വ്യക്തി അഫക്റ്റഡ് പാർട്ടി നേരെ വരേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിലാണ്. ഇവരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നമ്മളെന്തിനാണ് നമ്മുടെ വസ്തു നമ്മുടേതാണെന്ന് നമ്മുടെ ചെലവിൽ പ്രൂവ് ചെയ്യേണ്ടെന്ന് ആവശ്യകത ഉണ്ടാകുന്നത്? അവർക്ക് ഇനി ആ ഒരു ഭൂമിയിൽ ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കോടതിയിൽ പോകാൻ പറയുന്നത്. നാട്ടിലൊരു പ്രൊസീജിയർ ഇല്ല, പ്രൊസീജിയർ ഫോളോ ചെയ്യുക, അതല്ലേ കറക്റ്റ്? യെസ്, ഞാൻ വരാം. ശ്രീ ആരിഫ് ഹുസൈൻ, ഈ അങ്ങ് നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ കുറേ ഭൂമി ഉള്ളതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം എന്നൊരു ചോദ്യം അങ്ങ് മുന്നോട്ട് വെച്ചു.
ഈ വഖഫ് മതപരമായ ചട്ടക്കൂടിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ. അതിനുള്ളിൽ എല്ലാവർക്കും നീതി വേണ്ടേ? അപ്പോൾ സ്വന്തം സമുദായത്തിലെ തന്നെ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്? അതാ ഞാൻ നേരത്തെയും ചോദിച്ചു വെച്ചത്. അതായത് ഈ നീതി നിഷേധിക്കണം അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആദ്യം വരുന്ന ചോദ്യം, ഇത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ്. ഈ വഖഫ് ബോർഡിലേക്ക് വരുന്ന ഇത്തരം സ്വത്ത് വകകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് മുസ്ലിങ്ങളെ വ്യക്തിപരമായിട്ട് അതിനകത്ത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ യാതൊരു രീതിയിലും സഹായകമാകുന്ന പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇത് കുറെ ആളുകൾക്ക്, ഈ കൂട്ടത്തിനകത്തുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാനും അത് വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള സാമ്പത്തിക ലാഭങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറന്റ് അല്ലാത്ത, വളരെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേഖലയാക്കി അതിനെ മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് സാധാരണ മുസ്ലിമിന് ഒരു തരത്തിലും ഗുണകരമാകുന്നില്ല. പിന്നെയല്ലേ നീതിയുടെ വിഷയം വരുന്നുള്ളൂ. ഇത് മുസ്ലിമിന് അറിയ പോലും ഇല്ല എന്നാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ട് വഖഫ് ബോർഡ് എന്താണ് എന്ന് മാത്രം നിങ്ങൾ ഇവിടെ കാണുന്ന സാധാരണ മുസ്ലിം ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലൊക്കെ കാണുന്ന മുസ്ലിമിന്റെ അടുത്ത് നിങ്ങൾ റിപ്പോർട്ടർ കൂടി ഇരിപ്പുണ്ടല്ലോ, നിങ്ങളൊരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുക. ചോദിക്കുക, എന്താണ് വഖഫ് ബോർഡ്, ആരാണ്, എന്താണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 100% മുസ്ലിങ്ങൾ പറയും എന്താന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മുസ്ലിങ്ങളുമായിട്ട് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന, എന്നാൽ അതിനകത്തുള്ള ഒരു വരേണ്യവർഗം, അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൊടുത്തു വെക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം അവിടെ നിലനിൽക്കുന്ന ഒരു ബോർഡായിട്ട് ഇവിടെ ഇരിക്കുന്നു. അതിനകത്തുള്ള സ്വത്ത് വകകൾ അവർക്കുള്ള കറവപ്പശുക്കളായിട്ട് മാറുന്നു. അതിനപ്പുറത്തേക്ക് ഇത് സാധാരണ മുസ്ലിമിന് നീതി പോയിട്ട് ഒരു ഉപകാരം പോലും അതിനകത്ത് ഇല്ല എന്ന് വരുന്നിടത്താണ് ഇന്നത് ഇതുപോലെ അവർ ഡിഫെൻഡ് ചെയ്യേണ്ട, അതിന്റെ പേരിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് പോലും വഴിപ്പെടേണ്ടി വരുന്ന ഒരു ആരിഫ് ഹുസൈൻ, ഇത് തന്നെയാണ് ഇന്നലെ കിരൺ റിജിജു പറഞ്ഞു വെച്ചത്. അതായത് വഖഫ് ബോർഡിന്റെ ഭരണം തുടരെ ചിലർ നിലനിർത്തുകയാണ്, സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. വഖഫ് ബോർഡിന്റെ സ്വത്തുവകകളെക്കുറിച്ച് UPA സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ബിൽ തയ്യാറാക്കിയത്. ഈ ബില്ലിനായി സജീവമായ ചർച്ച നടന്നു വരികയായിരുന്നു. നിലവിലെ നിയമത്തിന് വ്യാപ്തി വരുത്താനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി വരെ, ഇന്ന് 9-ആണ്, 5-ാം തീയതി വൈകിട്ട് വരെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാനായി വിവിധ മുസ്ലിം വിഭാഗങ്ങൾ തന്നെ വന്ന് കണ്ടിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നത്. ചില കോൺഗ്രസ് MPമാർ, ചില ഇന്ത്യ സഖ്യത്തിലെ MPമാർ പോലും വ്യക്തിപരമായി തന്നെ കണ്ട് ഇതിൽ ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ ആ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും സമസ്ത മുസ്ലിങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന തരത്തിൽ ഇതിനെ മാറ്റിമറിക്കുന്നതിൽ എന്താണ് തെറ്റ്? രണ്ട് കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വെക്കാം. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്, ഒരു ജനാധിപത്യ രാജ്യത്താണ്. നമ്മൾ ബംഗ്ലാദേശിലല്ല. ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം വിതിൻ ദ സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമാണ് ബംഗ്ലാദേശിലുള്ളത്. അതായത് ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും വേറെ എന്തെങ്കിലും സംഗതി കൊണ്ടുവന്ന് അതിനെ സ്ഥാപിച്ചിട്ട് ഇതിനെ പരിഹരിക്കുക എന്നുള്ളതല്ല. എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുന്നു. അതിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നു. അപ്പൊ എന്താണ് അതിന്റെ വഴി? അതിന്റെ വഴി ഈ നിയമത്തെ പരിശോധിക്കുക, അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ആ വഴി നമ്മൾ ഉപയോഗിക്കുക. അത് തുറന്നിടുന്ന സമയത്ത് അതിനോട് എത്രമാത്രം ഇവിടുത്തെ ഇതേ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രതിപക്ഷം, അതുപോലെ മറ്റ് പാർട്ടീസ് അവരതിനകത്ത് ഏർപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അവിടെ നമ്മൾ കാണുന്നത് തികഞ്ഞ അസഹിഷ്ണുത, ആ വിഷയത്തിൽ ഒരു കാര്യഗൗരവത്തോടു കൂടി ഇടപെടാതിരിക്കുക, ഇതിൽ ഇന്ന ഭാഗത്താണ് പ്രശ്നം, ഇന്ന ഭാഗം അതിൽ ഓക്കെയാണ് എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ വിഷയത്തെ പഠിക്കുന്നില്ല. ഇപ്പൊ സച്ചാർ കമ്മിറ്റിയെ കുറിച്ചിട്ട് ഘോരഘോരം പറയുന്ന ആളുകളാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സച്ചാർ കമ്മിറ്റിയെ കുറിച്ച് മിണ്ടുന്നില്ല എന്ന് വരുന്നിടത്ത് തന്നെ ഇതിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്താണ് അത്? സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുന്നു. അരുൺ ആലത്തൂർ, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ആൾ, അത് വൺ സൈഡ് ആയിരുന്നില്ല, കൃത്യമായി ബാലൻസ് ചെയ്ത് അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുത്ത് മുൻപോട്ട് പോയപ്പോഴാണ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ, അങ്ങനെ തന്നെ ഞാൻ പറയും, അദ്ദേഹം എഴുന്നേറ്റ് പോയത്.
നിയമപരമായി സാധുതയുള്ളതാണ്, വഖഫ് ബോർഡിൻ്റേതാണ് ആ ഭൂമി എന്ന് പറഞ്ഞു വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മറുപടി അവിടുത്തെ നാട്ടുകാരെ, അവരുടെ മറുപടികളെ ഒക്കെ രാവിലെ മുതൽ കേൾക്കുന്ന ആൾ എന്ന നിലയിൽ. കൃഷ്ണരാജ്, ഈ ഷാഫി ചാലിയം പറഞ്ഞ് വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നേരത്തെ അദ്ദേഹം ഒരു സെൽഫ് ഗോളായിട്ടാണ് യുവരാജ് ഗോകുലും മറ്റുമൊക്കെ പറഞ്ഞ പോലെ സെൽഫ് ഗോളായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെച്ചത് NOC ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, ബാങ്കിൽ ലോൺ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നതിനോ വിലമാറുന്നതിനോ നിലവിൽ NOCയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തതും അത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ NOCയോ മറ്റോ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി പറഞ്ഞു വെച്ചത്. അതായത് രാജഗോപാൽ എന്നുള്ളൊരു കർഷകൻ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് ഭൂമി വിൽക്കുന്നതിന് പോയപ്പോഴാണ് ഇത്തരമൊരു സംഭവം, ഇവിടുത്തെ ഭൂമി മുഴുവൻ ഈ വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവർ തിരിച്ചറിയുന്നത്, ഒരു ഞെട്ടലോടുകൂടെ ആ ഒരു ജനത തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ രാജ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹിന്ദു മുന്നണി, BJP പോലുള്ള പാർട്ടികളുടെ മറ്റുമൊക്കെ ഇടപെടൽ ഇവിടെ ഉണ്ടായി വലിയ പോരാട്ടങ്ങൾ നടത്തി എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്, അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടന്നു എന്നുള്ളത്. ആ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് പിന്നീട് കളക്ടറും മറ്റുമൊക്കെ ഇടപെട്ട് അതിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു NOC ഒന്നും വേണ്ട, വിൽക്കാനും വിലമാറാനൊക്കെ പറ്റും എന്ന് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി അതിൽ കൃത്യമായി തന്നെ എന്താണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒന്ന്. മറ്റൊരു കാര്യം എന്തെന്നാൽ അങ്ങനെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുമ്പോൾ പോലും ഇവർക്ക് വലിയ ദുരിതം ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചതാണ്. അതായത് മുൻപ് 3 കോടി രൂപ ഒരു ഏക്കർ ഭൂമിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്രയും വില ലഭിക്കുന്നില്ല, 30 ലക്ഷം രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഉയർന്ന വിലയുണ്ടായിരുന്ന ഭൂമിക്ക് ഇപ്പോൾ തീരെ വില ലഭിക്കുന്നില്ല. അതിന് കാരണം ഇവിടെ ഈ ശരി അരുൺ ആലത്തൂർ, യുവരാജ് ഗോകുൽ, ഒറ്റ ചോദ്യം കൂടി, സമയം അവസാനിക്കുകയാണ്, വളരെ പെട്ടെന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരിടത്തേക്ക് മാത്രം നോക്കിയല്ല, മറ്റൊന്നുകൂടിയുണ്ട്. മുംബൈയിൽ ഒരു മൈതാനം, അത് വഖഫ് കൈയടക്കി വെച്ചിരുന്നത് സർക്കാർ പിടിച്ചെടുത്ത് അത് സ്റ്റേഡിയമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വഖഫ് ഭേദഗതി ആഗ്രഹിക്കുന്നവരാണ് അധികവും എന്നുറപ്പല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് എല്ലാ കാലഘട്ടത്തിലേക്കും നമ്മളെപ്പോലൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ളൊരു നിയമം തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് എന്തിനോടും ക്ലെയിം വയ്ക്കാം, പിന്നെ നമ്മൾ അവരുടെ മുമ്പിൽ മാത്രം പോയിട്ട് അത് നമ്മുടെ അവകാശം സ്ഥാപിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും നമ്മളെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു സംവിധാനമല്ല. അതിനകത്ത് ട്രാൻസ്പെറൻസി വളരെയധികം അത്യാവശ്യമാണ്. ആ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുമ്പോൾ ഇപ്പോൾ അവർ പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡിനകത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന കളക്ടറും MP ഒക്കെ കടന്നു വരുമ്പോൾ നോൺ മുസ്ലിംസ് ആവില്ലേ, അവരെന്തിന് കടന്നു വരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്പ്യൂട്ടുകൾ പലതും നടക്കുന്നത് റിലീജിയൻ അടിസ്ഥാനത്തിലല്ല, അവരുടെ റിലീജിയന് പുറത്തേക്ക് ആ ഡിസ്പ്യൂട്ട് പോവുകയാണ്. ഹിന്ദുവിൻ്റെ ഭൂമി ക്ലെയിം വയ്ക്കുന്നു. ഇപ്പോൾ തിരൂരിനടുത്തുള്ള ഒരു ക്ഷേത്രം, ദേവീക്ഷേത്രം, 2013 മുൻപ് ആ ക്ഷേത്രം വഖഫ് ക്ലെയിം ചെയ്തതുകൊണ്ട് മാത്രം അത് കോടതിയിൽ കേസ് കിടക്കുകയാണ്. 2013 ശേഷമാണ് ആ കേസ് അത് ക്ലെയിം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. പകരം ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ എവിടെ പോകണമായിരുന്നു? വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ, അവരുടെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുന്നത്, വഖഫിൻ്റെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടി വന്നേനായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ അതിശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല, എനിക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ലാൻഡ് സെൻസസ് നടത്തണം, അസറ്റുകളുടെ സെൻസസ് നടത്തണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഇതൊക്കെ പിടിച്ചെടുത്ത് OBCകൾക്ക്, SCക്ക്, STക്ക്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ലാൻഡ് അസറ്റ് ഓണേഴ്സ് എന്ന് പറയുന്ന വഖഫ് ബോർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവനും സർവേ നടത്തണം, എന്നിട്ട് ഈ പറയുന്ന മാതൃകയിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി. നല്ല നിർദ്ദേശം. കണക്കുകൾ കള്ളം പറയില്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വഖഫ് ബോർഡിനെതിരെ 194 പരാതികളും വഖഫ് ഭാരവാഹികൾക്കെതിരെ 93 പരാതികളും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 12,792 കേസുകൾ വഖഫ് ബോർഡുകൾക്ക് മുന്നിലും 19,270 കേസുകൾ വഖഫ് കൗൺസിലുകൾക്ക് മുന്നിലുമുണ്ട്. കേസുകൾ കൈകാര്യം ചെയ്യാൻ കളക്ടർമാർക്ക് ചുമതല നൽകിയതിൽ എന്താണ് തെറ്റ്? കേസുകൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. അതിനെങ്കിലും ആ ഭേദഗതി ബിൽ ഉപയോഗം ചെയ്യുമെന്ന തിരിച്ചറിവ്
ഉണ്ടാവേണ്ടവർക്കുണ്ടാകട്ടെ. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. വളരെയധികം നന്ദി യുവരാജ് ഗോകുൽ, ഷാഫി ചാലിയം, ആരിഫ് ഹുസൈൻ, അരുൺ ആലത്തൂർ, ഗ്രാമവാസിയായ കെ ഭാസ്കരൻ ഒപ്പം ചേർന്നതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.